ഫ്രാൻസിസ് പാപ്പയെ തിരഞ്ഞെടുത്തത് നേരിൽ കണ്ടതിന്റെ സന്തോഷവും പാപ്പയ്ക്കൊപ്പം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനായതും അന്നത്തെ വൈദിക വിദ്യാർത്ഥിയും ഇന്നത്തെ മാനന്തവാടി രൂപത ചാൻസലറുമായ ഫാദർ അനൂപ് കാളിയാനിയിൽ പങ്കുവയ്ക്കുന്നു. ഞാൻ ഫാദർ അനൂപ് കാളിയാനിയിൽ മാനന്തവാടി രൂപതയുടെ ചാൻസലറായി ഇപ്പോൾ സേവനം ചെയ്യുന്നു. 2010-14 കാലഘട്ടങ്ങളിൽ റോമിലെ മരിയ മാത്ര എക്ലേസിയ സെമിനാരിയിൽ ഒരു വൈദിക വിദ്യാർത്ഥിയായി പഠിക്കുവാനുള്ള ഒരവസരം ദൈവം എനിക്ക് തന്നു. ആ കാലഘട്ടത്തിലാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒത്തിരി ആകാംക്ഷയോടുകൂടിയായിരുന്നു ഞങ്ങൾ സെമിനാരിക്കാരെല്ലാവരും ആ ഒരു സമയത്തെ കണ്ടത്. 2013 മാർച്ച് 13 പുതിയ മാർപ്പാപ്പയെ, ഫ്രാൻസിസ് മാർപ്പാപ്പയെ നമുക്ക് ലഭിച്ചത്. ഇന്നും പച്ചകടാതെ മനസ്സിൽ നിൽക്കുന്ന ഓർമ്മയുണ്ട് അന്നത്തെ സായാഹ്നം. ഞങ്ങൾ കോൺക്ലേവ് തുടങ്ങിയെന്നറിഞ്ഞ അന്ന് തന്നെ ഞങ്ങൾ വത്തിക്കാനിലും വൈകുന്നേരം ചെന്നിരുന്നു. അങ്ങനെ ആദ്യത്തെ ദിവസം ഞങ്ങൾ അല്പം സങ്കടത്തോടെ തിരിച്ചു പോയെങ്കിലും രണ്ടാമത്തെ ദിവസം കൂടുതൽ പ്രതീക്ഷയോടെ ഞങ്ങൾ വത്തിക്കാൻ സ്ക്വയറിൽ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടി. വൈകുന്നേരം ഏകദേശം 7 മണിയോടുകൂടിയാണ് ഈ പറഞ്ഞ സിസ്റ്റൈൻ ചാപ്പലിൻ്റെ മുകളിലൂടെ ചിമ്മിനിയിലൂടെ വെളുത്ത പുക പടർന്നത്. ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യാത്ത തരത്തിലുള്ള ഒരു സന്തോഷം ഞങ്ങൾക്കുണ്ടായിരുന്നു. അങ്ങനെ ആരാണ് മാർപ്പാപ്പ, ഏത് രാജ്യക്കാരനാണ് എന്ന ആകാംക്ഷയൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു അരമണിക്കൂറിന് ശേഷം അർജൻറ്റീനക്കാരനായ ഫ്രാൻസിസ് ആണ് പുതിയ മാർപ്പാപ്പ എന്ന് അനൗൺസ്മെൻ്റ് ഉണ്ടാകുന്നത്. തുടർന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ എല്ലാവരെയും അഭിസംബോധന ചെയ്യുന്നതിനായി മുന്നിലേക്ക് വരികയും എല്ലാവരുടെയും ഹൃദയത്തിലേക്കാണ് മാർപ്പാപ്പയുടെ ആ ശബ്ദം കയറിയെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇറ്റലിക്കാരൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നത് ഒരു ഇറ്റാലിയൻ മാർപ്പാപ്പ വരുമെന്നായിരുന്നു. മാർപ്പാപ്പയുടെ ആദ്യത്തെ ഒരു എൻട്രി തന്നെ എല്ലാവരുടെയും ഹൃദയത്തിലേക്കുള്ള ഒരു എൻട്രി ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്കെല്ലാം ഒരുമിച്ച് അവർ പാപ്പ ഫ്രാൻചെസ്കോ എന്ന് ഉച്ചസ്വരത്തിൽ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. മുന്നോട്ടുള്ള കാലഘട്ടങ്ങളിൽ മാർപ്പാപ്പയുടെ പരിപാടികൾ എവിടെ നടന്നാലും അവിടെ ഉണ്ടാകണമെന്ന് ഞങ്ങൾ സെമിനാരിക്കാർ ഒരുപാട് പേര് ഞങ്ങൾ ആഗ്രഹിച്ചു. അങ്ങനെ നേരത്തെ തന്നെ മുൻകൂട്ടി ടിക്കറ്റുകളൊക്കെ എടുത്ത് മാർപ്പാപ്പയുടെ ഓഡിയൻസ് പ്രോഗ്രാംസൊക്കെ വരുമ്പോൾ ഞങ്ങൾ പോകാറുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2013 നവംബർ 24 വിശ്വാസ വർഷത്തിൻ്റെ സമാപനം അത് മാർപ്പാപ്പ നടത്തുന്നത്. അപ്പോൾ ഞാൻ ഡീക്കനായിട്ട് അവിടെ ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് കുർബാനയ്ക്ക്, ഈ കൺക്ലൂഡിങ് സെറമണിയിലെ കുർബാനയ്ക്ക് അസിസ്റ്റ് ചെയ്യാനായിട്ട് ഒരു അവസരം, വലിയൊരു ഭാഗ്യം ലഭിച്ചു. ഞങ്ങൾ സെമിനാരിക്കാർ ഡീക്കന്മാരായിരിക്കുന്നവർ 4 പേരുണ്ടായിരുന്നു, മറ്റ് സബ് ഡീക്കൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് വലിയൊരു ഭാഗ്യം ലഭിച്ചു ഈ വിശ്വാസ വർഷത്തിൻ്റെ സമാപന ചടങ്ങുകളിൽ പങ്കെടുക്കാനായിട്ട്. സമാപന ചടങ്ങുകൾ തുടങ്ങുന്നതിന് മുമ്പ് മാർപ്പാപ്പ സാധാരണ കുർബാനയ്ക്ക് കൂടുന്ന എല്ലാവരെയും ഒന്ന് കണ്ട് ഇങ്ങനെ പോകുന്ന ഒരു രംഗമുണ്ട്. അപ്പോഴാണ് ഞങ്ങൾ ആദ്യമായിട്ട് തൊട്ടടുത്ത് മാർപ്പാപ്പയെ കാണുകയും മാർപ്പാപ്പയുടെ കൈ ചുംബിക്കുകയും മാർപ്പാപ്പ പ്രാർത്ഥിക്കണം എന്ന മാർപ്പാപ്പയുടെ അപേക്ഷയൊക്കെ ചെയ്ത ആ ഒരു നിമിഷം ഞാൻ ഇന്ന് വ്യക്തമായിട്ട് ഓർക്കുന്നുണ്ട്. ഒരുപാട് കാത്തിരുന്ന് അവസാനം മാർപ്പാപ്പ മുന്നിൽ വന്നു നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥ നമുക്കെല്ലാവർക്കും ചിലപ്പോൾ ഒന്ന് ഇമാജിൻ ചെയ്യുന്നതിനപ്പുറമാണ്. ഈ പറഞ്ഞ കുർബാനയ്ക്ക് മുമ്പ് ഞങ്ങളെ ഓരോരുത്തരെയും ഇങ്ങനെ കണ്ട് ആ സമയത്താണ് ഞങ്ങൾക്ക് മാർപ്പാപ്പയോട് സംസാരിക്കാനും കൈ ചുംബിക്കാനും ഒക്കെയുള്ള ഒരു സമയം. അപ്പോൾ ഞാനിങ്ങനെ മാർപ്പാപ്പയോട് പറഞ്ഞു, മാർപ്പാപ്പ ഞാൻ ഇന്ത്യയിൽ നിന്നാണ്, എൻ്റെ ഓർഡിനേഷൻ അടുത്ത വർഷമാണ്, പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ മാർപ്പാപ്പ കണ്ണുകളിങ്ങനെ ഉയർത്തി ഇങ്ങനെ വെരി ഗുഡ് എന്ന തരത്തിൽ മാർപ്പാപ്പ ആ ഒരു മുഖത്തിൻ്റെ ആ ഒരു സന്തോഷം പ്രകടിപ്പിച്ച് ഞാൻ ഇന്നും എൻ്റെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ അന്ന് മാർപ്പാപ്പയ്ക്ക് കൊടുക്കാൻ വേണ്ടി ഒരു കത്തൊക്കെ എഴുതിക്കൊണ്ട് പോയതാണ്. പക്ഷേ ആ സമയത്ത് എന്തോ പേടി തെറ്റി ആ കത്ത് കൊടുക്കാൻ വിട്ടുപോയി. തീർച്ചയായിട്ടും മാർപ്പാപ്പയുടെ ആ വലിയ സാന്നിധ്യം, ഞാൻ പറഞ്ഞതുപോലെ ആ ഒരു ഹോളിനെസ്, നമ്മുടെ അടുത്ത് വന്ന് നിൽക്കുന്ന ആ വലിയൊരു അനുഭവം, തീർച്ചയായിട്ടും തമ്പുരാൻ്റെ ആ വലിയ സാന്നിധ്യം മാർപ്പാപ്പയുടെ സാന്നിധ്യമായിട്ട് ഞാൻ കണ്ടു. ഞങ്ങൾ ഇന്നും ഇടയ്ക്കൊക്കെ ആ ഫോട്ടോയൊക്കെ ഒന്ന് എടുത്ത് എപ്പോൾ നോക്കാറുണ്ട്. അപ്പോൾ ഒരിക്കൽ കൂടി വത്തിക്കാനിലേക്ക് പോകുന്ന ആ ഒരു നിമിഷങ്ങൾ ഇടയ്ക്കൊക്കെ മനസ്സിലൂടെ വരാറുണ്ട്. പിന്നീട് 2014 ഞാൻ എൻ്റെ വൈദിക പട്ടത്തിനായിട്ട് തിരികെ നാട്ടിലേക്ക് പോന്നു. വൈദിക പട്ടം സ്വീകരിച്ചതിന് ശേഷം 3 വർഷങ്ങൾക്ക് ശേഷം 2018 ഞാൻ വീണ്ടും ഇറ്റലിയിൽ വരികയും അവിടെ ഒരു പള്ളിയിൽ കൊളാബറേറ്ററായിട്ട് വർക്ക് ചെയ്യുകയും ഒപ്പം എൻ്റെ പഠനം പൂർത്തീകരിക്കുകയാണ് ചെയ്തത്. ആ സമയത്ത് ലഭിച്ച മറ്റൊരു വലിയ ഭാഗ്യം, ഞാൻ ചെന്ന ആ സമയത്ത് തന്നെ ഞാൻ അവർ ലേഡി ഓഫ് ഗ്വാദലൂപ്പെ എന്ന പള്ളിയിലായിരുന്നു ഞാൻ കൊളാബറേറ്ററായിട്ട് ജോലി ചെയ്തത്. അപ്പോൾ റോമിലെ
എല്ലാ ഇടവുകൾക്കും മാർപ്പാപ്പയെ കാണാനുള്ള, മാർപ്പാപ്പയോടൊപ്പം വിശുദ്ധ കുർബാന അർപ്പിക്കാനുള്ള ഒരു അവസരം സാധാരണ കിട്ടാറുണ്ട്. ദൈവാനുഗ്രഹത്താൽ ഞാൻ ചെന്ന അതേ വർഷം തന്നെയായിരുന്നു ഈ പറഞ്ഞ അവസരം ഞാനായിരിക്കുന്ന പള്ളിക്ക് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ഞാനും വികാരി അച്ഛനും ഇടവകയിൽ നിന്ന് ഏതാനും പേരും കൂടിയാണ് രാവിലത്തെ കുർബാനയ്ക്കായിട്ട്, സാന്താ മാർത്ത പള്ളിയിലാണ് മാർപ്പാപ്പ രാവിലെ കുർബാന ചെല്ലുക. ഈ കുർബാനയിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് ഞങ്ങൾക്ക് അവസരം ലഭിച്ചത്. അങ്ങനെ ഞങ്ങൾ അതീവ സന്തോഷത്തോടെ ഞങ്ങൾ വെളുപ്പിനെ പോയി ഈ കുർബാനയിൽ പങ്കെടുക്കുകയും മാർപ്പാപ്പയുടെ കൂടെ വിശുദ്ധ ബലി അർപ്പിക്കുകയും, കുർബാനയ്ക്ക് ശേഷം ഞങ്ങൾ ഇടവക്കാരെല്ലാവരും ഓരോരുത്തരായി മാർപ്പാപ്പയെ കാണുകയും കൈ ചുംബിക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്തു. ഈ ചുരുങ്ങിയ കാലഘട്ടങ്ങളിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ലോകത്തെ ഇത്രമാത്രം സ്വാധീനിക്കാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്ന 2-3 കാര്യങ്ങളാണ്. മാർപ്പാപ്പ ആദ്യത്തെ ആഞ്ചലൂസ് പ്രയറിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദൈവം ക്ഷമിക്കുന്നതിൽ ഒട്ടും മടിയനല്ല എന്നാണ് മാർപ്പാപ്പ പറഞ്ഞത്. പക്ഷെ നമ്മൾ മടിയന്മാരാണ് ക്ഷമിക്കുന്നതിൽ എന്നാണ് മാർപ്പാപ്പ പറഞ്ഞു നിർത്തിയത്. എനിക്ക് തോന്നുന്നത് മാർപ്പാപ്പയുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ ക്ഷമ ചോദിക്കുന്നതിൻ്റെയും അല്ലെങ്കിൽ ദൈവം ക്ഷമിക്കുന്നതിൻ്റെയൊക്കെ, ക്ഷമിക്കുന്ന സ്നേഹത്തിൻ്റെ ആ വലിയ സുവിശേഷമായിരുന്നു മാർപ്പാപ്പ മുഴുവൻ പ്രസംഗിച്ചത്. അതുകൊണ്ട് തന്നെ കാണുന്നവരും പ്രാർത്ഥിക്കുന്നവർക്കുമൊക്കെ അത് അനുഗ്രഹമായിട്ട് മാറിയിട്ടുണ്ട്. അതോടൊപ്പം നമുക്കറിയാവുന്ന പോലെ ലാളിത്യത്തിൻ്റെ ആ വലിയ ഒരു ശൈലി, ഒഫീഷ്യാലിറ്റിയൊക്കെ വെടിഞ്ഞ് ഒരു സാധാരണക്കാരനായ മാർപ്പാപ്പയായി ജീവിക്കാൻ തന്നെയാണ് മാർപ്പാപ്പ ആഗ്രഹിച്ചത് എന്നുള്ള തെളിവാണ്. ഈ പറഞ്ഞ മറ്റുള്ളവരുള്ള അനുകമ്പ, പാവപ്പെട്ടവരെ എത്രമാത്രം പരിഗണിക്കണമെന്ന് മാർപ്പാപ്പ പലപ്പോഴും നമുക്കറിയാവുന്ന പോലെ ആദ്യത്തെ പെസഹ വ്യാഴാഴ്ച ജയിലിൽ പോയി കാല് കഴുകിയ ഒരു രംഗം നമ്മുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ വത്തിക്കാനിലെ റോമൻ തെരുവുകളിലുള്ള പാവപ്പെട്ടവർക്ക് അവരോടൊപ്പം ഭക്ഷണം കഴിക്കുന്ന മാർപ്പാപ്പയെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ അനുകമ്പയുടെ വലിയ സുവിശേഷം മാർപ്പാപ്പ ജീവിതത്തിലൂടെ ജീവിച്ചു. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരെയും മാർപ്പാപ്പ സ്വാധീനിച്ചത്. ലോകത്തെ സ്വാധീനിച്ച വ്യക്തികളിൽ പ്രഥമനായിട്ട് നിൽക്കുന്നതും അതുകൊണ്ട് തന്നെയാണെന്നാണ് ഞാൻ കരുതുക.